യുവർ സ്ലീപ്ലെസ് നൈറ്റ്സ് ആർ കമ്മിങ്. നിങ്ങളുടെ ഉറക്കമില്ലാത്ത രാത്രികൾ വരാൻ പോകുന്നു. കാരണം ചാമ്പ്യൻസ് ലീഗ് ഇസ് ബാക്ക്. കുറെ നാൾ കാത്തിരുന്നതാണ് ചാമ്പ്യൻസ് ലീഗിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നല്ല അടിപൊളി മാച്ചസ് വന്നിട്ടുണ്ട് ലീഗ് ഫേസിൽ തന്നെ. അത് അടിപൊളി മാച്ച് ആവാനുള്ള കാരണങ്ങളുണ്ട്. നമുക്ക് ഓരോ മാച്ചിലായിക്കിട്ട് കിടക്കാം. അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ PSG വേഴ്സസ് ബാഴ്സലോണയെ പറ്റിയാണ്. കഴിഞ്ഞ വട്ടത്തെ ഏറ്റവും ബെസ്റ്റ്, കഴിഞ്ഞ വട്ടത്തെ എന്നല്ല, ഈ കുറേ നാളായിട്ട് ചാമ്പ്യൻസ് ലീഗ് കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് കളികളിലൊന്നായിരുന്നു കഴിഞ്ഞ വട്ടത്തെ സെമി, ഇന്റർ മിലാൻ ബാഴ്സലോണ സെമി. അത് ഇന്റർ ജയിച്ചു, ഒരു കളിച്ച് ജയിച്ചാണ്. പക്ഷേ ഫൈനലിന്റെ ആ ഒരു മുമ്പിലേക്ക് അങ്ങോട്ട് എത്തിയില്ല. അപ്പൊ ഫൈനൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ കൂട്ടുകാരിങ്ങനെ വിചാരിച്ചിരുന്നു, ഈ ഇന്റർ മിലാൻ ടീമിന് പകരം അത് ഇന്റർ മിലാന്റെ ഫൈനലത്തെ പെർഫോമൻസ് മാത്രം നോക്കിയിട്ടാണ് കേട്ടോ, അതുവരെ ഒരു അടിപൊളി കളിയായിരുന്നു. അപ്പോൾ ഈ ഇന്റർ മിലാൻ ടീമിന് പകരം ബാഴ്സലോണ ടീമാണ് വന്നിരുന്നെങ്കിലും ഒന്ന്. കാരണം PSG വിത്ത് 3 കിടിലൻ വിങ്ങേഴ്സ്, നല്ല സ്പീഡുള്ള കളി. അതിന്റെ ഓപ്പോസിറ്റ് ബാഴ്സലോണ വിത്ത് അതേപോലെ തന്നെ സെയിം 2 വിങ്ങർമാരും ഒരു കിടിലനായിട്ടുള്ള സ്ട്രൈക്കറും വെച്ചിട്ടുള്ള ആ കളിയും വരുമ്പോൾ, പ്രത്യേകിച്ച് ബാഴ്സലോണ ഹൈലൈനാണ് കളിക്കുക. അവർ ഡിഫൻസ് മുഴുവൻ കയറ്റിയിട്ടിട്ട് കളിക്കുക. ആ കളിയുടെ കൂടെ ഈ PSG അറ്റാക്ക് കൂടി വരിക വെച്ചാൽ ഭയങ്കര രസമായിരിക്കും കളിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾ മൗത്ത് ആക്ഷൻസ് കൂടുതലായിരിക്കും. ഈ ഓഫ് സൈഡ് ചാൻസുകൾ, സേവുകൾ, അങ്ങനത്തെ ഒരു ഫൈനൽ വന്നേനെ ഞാൻ അത് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇന്റർ മിലാൻ ആ സ്വപ്നങ്ങൾ മുഴുവൻ തല്ലി തകർത്തു. കോമഡി ആയിരുന്നു. ബാഴ്സലോണ ഇത്രയും നല്ല കളി കളിച്ച് തോൽപ്പിച്ചില്ല. എനിക്ക് തോന്നുന്നു അവർക്ക് പിന്നെ അവരുടെ ഉള്ള ശക്തി മുഴുവൻ എടുത്തിട്ട് അവർ കളിച്ച് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടൊക്കെ തകർന്നൊരവസ്ഥയിലാണ് അവർ ഫൈനലിലെത്തിയത്. അപ്പൊ അന്ന് കാണണമെന്ന് വിചാരിച്ചൊരു കളിയാണ് PSG വേഴ്സസ് ബാഴ്സലോണ, ഫൈനലിൽ കാണണമെന്ന് വിചാരിച്ച കളി. പക്ഷെ പറയുകയാണെങ്കിൽ അത് ഈ സീസൺ തുടക്കത്തിൽ തന്നെയാണ്, ലീഗ് ഫേസിലാണ് വന്നിരിക്കുന്നത്. ലീഗ് ഫേസ് വരുമ്പോൾ അത്രയും ഒരു ഇന്റൻസിറ്റി നമുക്ക് കിട്ടുമോ എന്ന് ഉറപ്പില്ലെങ്കിലും ഈ 2 ടീമുകൾ വരുമ്പോൾ നല്ലൊരു അടിപൊളി കളി കാണാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് കമന്റിൽ പറയാം. ഇനി ഈ വട്ടത്തെ UEFA സൂപ്പർ കപ്പ് ആരൊക്കെ തമ്മിലായിരുന്നു? PSG-യും കോഴികളും തമ്മിൽ. കോഴികൾ വിളിക്കണമെങ്കിൽ ട്രോള് കിട്ടും, കുഴപ്പമില്ല. ടോട്ടനം തമ്മിലായിരുന്നു. അപ്പോൾ PSG-യും ടോട്ടനം തമ്മിലുള്ള സൂപ്പർ കപ്പിൽ ടോട്ടനം നല്ല കളി കളിച്ചു. ഇത്ര അടുത്ത് വരെ എത്തി ജയിക്കണുണ്ട്, ഇത്ര അടുത്ത് വരെ. ആ ഇഞ്ചുറി ടൈമിൽ ഒരു ഗോള് മേടിച്ച് അത് കഴിഞ്ഞ് അവരങ്ങനെ തോറ്റുപോയി. അപ്പൊ ഈ UEFA സൂപ്പർ കപ്പിന്റെ ഒരു റിപ്പീറ്റും കൂടി ഇപ്രാവശ്യത്തെ ലീഗ് ഫേസിൽ വരുന്നുണ്ട്. ആര് ജയിക്കും കണ്ടറിയണം. പിന്നെയുള്ളത് ഈ ഒരു 2-3 സീസണുകളിലായിട്ട് ഇവര് എല്ലാ വട്ടവും വെക്കുന്ന ഒരു കളിയാണ് റയൽ മാഡ്രിഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി. ഇപ്പോഴത്തെ ഒരു ഫോമിൽ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ടീം ബിൽഡിങ്ങിൽ സിറ്റി ഇങ്ങനെ പിന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ 2 കളി തോറ്റു, അതിൻ്റെ ഇടയിൽ ജയിക്കുന്നുണ്ട്. അപ്പൊ പഴയ ഒരു സിറ്റി അല്ല സിറ്റി എന്ന് പറയുന്നത്. മാഡ്രിഡ് ആണെങ്കിലോ, മാഡ്രിഡ് സാബി അലോൺസോയുടെ കീഴിൽ അത്ര കിടിലൻ കളി കളിക്കണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ കിടിലൻ കളി കളിച്ചിട്ടില്ല. പക്ഷെ അവരെല്ലാ കളിയും ജയിച്ച് പോയിന്റ് അടിച്ച് പോകുന്നുണ്ട്. അപ്പൊ അവർക്ക് കിട്ടാൻ പോകുന്ന ആദ്യത്തെ ചിലപ്പോൾ ക്വാളിറ്റി ഓപ്പോസിഷൻ ആയിരിക്കും ഈ സിറ്റി എന്ന് പറയുന്നത്. ലാലിഗയിലാണെങ്കിൽ പോലും അവരൊരു ക്വാളിറ്റി ഓപ്പോസിഷൻ കൂടെ കളിച്ചിട്ടില്ലല്ലോ. അപ്പൊ അതൊരു ഇൻട്രസ്റ്റിംഗ് മാച്ചപ്പാണ്. കാരണം പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി വെയിറ്റുകൾ നമ്മൾ ഒരു കളി ഉണ്ടായിരുന്നു, അത് 3-3 കഴിഞ്ഞതിന് മുന്നേ സീസൺ ആണെന്നുണ്ട്. സിറ്റി 3-3 സമനില പിടിച്ച് അടിപൊളി കളിയായിരുന്നു, നല്ല ലെവൽ കളിയായിരുന്നു. അതുമായിട്ട് ഒരു ഗെയിം പ്ലേ. അപ്പൊ നമ്മളെ ഭയങ്കരമായിട്ട് എന്താ പറയാ ഉത്തേജിപ്പിച്ചിട്ടുള്ള കുറച്ച് കളികൾ ഇവര് ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ കൊണ്ടുവരണം. അതിലൊന്നാണ് ഞാൻ പറഞ്ഞത്, ഈ കാണണമെന്ന് വിചാരിച്ച PSG ബാഴ്സലോണ സൂപ്പർ കപ്പിന്റെ റിപ്പീറ്റ്. പിന്നെ ഉള്ളതാണ് ഈ മാഡ്രിഡ് സിറ്റി. അതുപോലെ തന്നെ ഉള്ളതാണ് 2 ഫൈനൽ കളിച്ചാണ്, മാഡ്രിഡ് വേഴ്സസ് ഫൂഡ്. സലയുടെ കൈ റാമോസ് ഒടിക്കുന്നതൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ ബേബി ഏട്ടാ? ആകട്ടെ. അപ്പൊ മാഡ്രിഡ് വേഴ്സസ് പൂൾ ആ ഒരു കളിയും കൂടി വരുന്നുണ്ട് കേട്ടോ. അതുപോലെ ഒരു മുന്നത്തെ ഫൈനൽ വരുന്നത് ഒരു യുവന്റസ് വേഴ്സസ് ഡോർട്ട്മുണ്ട് കളി വരുന്നുണ്ട് ലീഗ് ഫേസിൽ. അതും ഒരു മുന്നത്തെ ഫൈനലാണ്. ഓക്കെ. പിന്നെയുള്ളതാണ് 2 റിട്ടേണുകൾ. സിറ്റി ഒഴിവാക്കിയ 2 പ്ലെയേഴ്സ് അവരായിട്ട് മുട്ടാൻ വേണ്ടി തിരിച്ചു വരികയാണ്. അതിൽ ഒരാൾ ഓക്കെ കുഴപ്പമൊന്നുമില്ലാണ്ട് പോയതെങ്കിൽ ഒരാളുടെ പോക്ക് അത്ര സുഖകരമായിരുന്നില്ല. നിങ്ങൾക്കറിയാം, ഒന്ന് കെവിൻ ഡിബ്രൂയിൻ എന്ന് പറഞ്ഞാൽ സിറ്റിയുടെ ഈ മോഡേൺ കാലഘട്ടത്തിലത്തെ സിറ്റിയുടെ ഏറ്റവും ബെസ്റ്റ് ലെജൻഡ് എന്നൊക്കെ പറയുന്ന 2 പേരിൽ ഒരാളാണ്. ഒന്ന് അഗ്വേറോയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അഗ്വേറോ ആ ഗോൾ ആരും മറക്കില്ലല്ലോ. ആ സാധനത്തിന്റെ ഒപ്പം ആ ഒരു ഇമ്പാക്ട് കൊണ്ട് അഗ്വേറോയും കൂടി KDB കൂടെ നിൽക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്, മോഡേൺ ലെജൻഡ്സിൽ സിറ്റിയുടെ. അപ്പോൾ KDB തിരിച്ചു വരികയാണ്. KDB തിരിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ മാതിരി KDBയുടെ കോൺട്രാക്ട് സിറ്റുവേഷൻ ഭയങ്കര ഇതായിരുന്നു. സംഭവം KDBക്ക് ഇപ്പോഴും അത്ര പ്രായമൊന്നായിട്ടില്ല, ടീമിനെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള പ്രായമൊന്നായിട്ടില്ല. പക്ഷെ ഗാർഡിയോള റീബിൽഡിൽ റൂട്ട്ലെസ് ആയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞ ഒരാളാണ് KDB. അപ്പോൾ KDB വന്നിട്ട് 6-ാം നമ്പറിൽ നമ്മുടെ കീരിക്കാടൻ ചോദിക്കണ പോലെ ഞാനും കൂടി കൂടട്ടെ കളിക്കാൻ എന്ന് പറഞ്ഞ് വരുന്നൊരു സിറ്റുവേഷൻ ഇവിടെ വരുന്നുണ്ട്. അതിൽ ആർക്കാണ് മുൻകൈ എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ
പണ്ട് പ്രീമിയർ ലീഗിൽ കോച്ച് ചെയ്ത ആളാണ് കോണ്ടെ. അന്ന് കോണ്ടയും ഗാർഡിയോളയും തമ്മിലുള്ള ഒരു നല്ലൊരു എന്താ പറയുക, ഒരു വെങ്ങർ ഫെർഗൂസൺ മോഡിലേക്ക് പോവാവുന്ന ഒരു റൈവൽറി കോച്ച് തമ്മിൽ വന്നിരുന്നു. പക്ഷെ അത് അപ്പോഴേക്ക് മുളയിലെന്ന് ഉള്ളി കളഞ്ഞു, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫയറാണ് കോട്ടയം എന്നൊക്കെ പറഞ്ഞാൽ, ഫയറി കോച്ചാണ്. അയാളൊന്നും അങ്ങനെ എളുപ്പത്തിൽ വിട്ടുകൊടുക്കില്ല. നല്ല ടീമുണ്ട് നാപ്പോളി ഇപ്രാവശ്യം. അപ്പോൾ എന്തുണ്ടാവുമെന്ന് കണ്ടറിയണം. അപ്പോൾ അതൊന്നാണ് KDB തിരിച്ചു വരവ്. രണ്ടാമത്തെ തിരിച്ചു വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണ്ടകൻ തിരിച്ചു വരവാണ്. ഗുണ്ടകൻ ഈസ് വിത്ത് ഗലറ്റസറെ. പക്ഷെ ഗലറ്റസറെ ടീം സിറ്റീനെ തോൽപ്പിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗലറ്റസറെ ഇപ്രാവശ്യം ഭയങ്കര ഒരു അംബീഷ്യസ് പ്രൊജക്റ്റാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ മേടിക്കുന്ന പ്ലെയേഴ്സിനായാലും അവർ സാനേനെ കൊണ്ടുവന്നു, ഗുണ്ടകനെ കൊണ്ടുവന്നു, ഒസിംഹനെ അവർ നിലനിർത്തി. അപ്പം അങ്ങനെ നല്ല ടീമുണ്ട് അവിടെ. കളിക്കാൻ പറ്റുന്ന, ഫസ്റ്റിലും കളിക്കാൻ പറ്റുന്ന നല്ലൊരു ടീമുണ്ട്. അപ്പോൾ അവരത് എങ്ങനെ ചെയ്യുന്നു. പിന്നെ പ്രത്യേകിച്ച് തുർക്കിയിൽ പോയിട്ട് കളി ജയിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അതങ്ങനെ ഒന്ന്. പിന്നെയുള്ളത് എൻ്റെ ഫുട്ബോൾ ഫാൻ ജീവിതത്തിലെ ഏറ്റവും ഫേവറേറ്റ് മൊമെൻറ്റുകളൊന്നാണ് ദ്രോഗ്ബ ഹെഡ് ചെയ്ത് 2012 ഡ്രോ ആക്കുന്ന ആ ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ. അത് ചെൽസി ഫാൻസ് ഒരിക്കലും മറക്കാത്തൊരു സാധനമാണ്. അപ്പോൾ അത് നമ്മൾ റിട്ടേൺ കൊണ്ടുവരികയാണ്. ആ കളി വീണ്ടും നമ്മൾ റിട്ടേൺ കൊണ്ടുവരുന്നു, ചെൽസി ബയൺ എന്ന് പറഞ്ഞിട്ട്. പിന്നെയുള്ളത് ഇതുപോലെ എൻ്റെ ഫുട്ബോൾ ഫാൻ ജീവിതത്തിലെ മറ്റേത് ഏറ്റവും നല്ല മൊമെൻ്റ് ആയിരുന്നെങ്കിൽ ഒരു ഏറ്റവും ലോ മൊമെൻ്റ് ഉണ്ടായിരുന്നു. ബാഴ്സലോണ ഫാൻസ്. എനിക്ക് അന്നും എന്നും ബാഴ്സലോണയോടുള്ള ദേഷ്യം ഈ ഒരു സെമിഫൈനൽ മാത്രമായിരുന്നു. 4 പെനാൽറ്റിയൊക്കെ തരാണ്ട് ആ റെഫറി വരെ പറഞ്ഞു പിന്നെ എനിക്ക് ആ കളിയിൽ ഫുൾ മിസ്റ്റേക്സ് പറ്റിയെന്നുള്ളത്. എന്നാലും ബാഴ്സലോണ ഫാൻസ് സമ്മതിച്ചേരില്ല. അപ്പോൾ അങ്ങനെ ആ രണ്ട് മൊമെൻറ്റും ഇതൊരു ഇമോഷണൽ മറ്റേ റോളർ കോസ്റ്റർ പോലെയാണ്. ഏറ്റവും നല്ല ഫാൻ മൊമെൻ്റ് ഒരെണ്ണം തിരിച്ചു വരുന്നു, ഏറ്റവും മോശം ഫാൻ മൊമെൻ്റ് ഒരെണ്ണം തിരിച്ചു വരുന്നു. അങ്ങനെയാണ് അപ്പോൾ ഈ ബയേണായിട്ടും ബാഴ്സയായിട്ടുള്ള ചെൽസിയുടെ കളിയുണ്ട്. അതേപോലെ തന്നെ ഈ ആഴ്സണല് ഒരു കുറച്ച് നാൾ മുന്നേ വരെ ചാമ്പ്യൻസ് ലീഗിൽ അവർ ഇപ്പോൾ വീണ്ടും റിട്ടേൺ വന്നതിനും കുറച്ചാൾ ഇവിടെ ഇല്ലാണ്ടിരുന്നൊരു ടൈമുണ്ട്. ആ ടൈം പീരീഡിന് മുന്നേ അവരെ സ്ഥിരമായി പുറത്താക്കാറുള്ള ആൾക്കാരാണ് ബയേൺ മ്യൂണിക്ക്. ആഴ്സണലിന് ആ സാധനം റിവേഴ്സ് ചെയ്യാനുള്ള ഒരു ചാൻസാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അത് ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയണം. അത് ആഴ്സണലായതുകൊണ്ടാണ്. അപ്പോൾ അത് തിരിച്ച് കൊണ്ടുവരാനുള്ള ഒരു ചാൻസാണ് കണ്ടേക്കുന്നത്. എങ്ങനെ പോയാലും ബയേണിൻ്റെ മുന്നിലെത്തും, എങ്ങനെ പോയാലും ഒരു 3-4 ഗോൾ മേടിച്ച് ഔട്ടാകും. സ്ഥിരമായിരുന്നു ചാമ്പ്യൻസ് ലീഗ് കുറച്ച് നാൾ. അപ്പോൾ അവരിത് തിരിച്ച് ബയേൺ മ്യൂണിക്കിനോട് കളി വരുന്നു. ബയേൺ മ്യൂണിക്കിൻ്റെ ഫസ്റ്റ് 11 സ്ട്രോങ് ആണെങ്കിലും ഒരു ക്വാളിറ്റി ഡെപ്ത് ഓപ്ഷൻ അവർക്കില്ല. അത് ബയേൺ മ്യൂണിക്കിനും ഇല്ല, ബാഴ്സലോണയ്ക്കും ഇല്ല. അതിനെപ്പറ്റി നമുക്ക് പിന്നെ വിശദമായിട്ട് വേറെ വീഡിയോയിൽ പറയും. അപ്പോൾ അതിൽ പിന്നെ ബയേൺ വേഴ്സസ് PSG കളി വരുമ്പോൾ അതിൽ ഒരു ഇതും കൂടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PSG ഈ പറയുന്ന നെയ്മറിനെയും മെസ്സിനെയും അവരൊക്കെ എംബപ്പേനെയൊക്കെ പുറത്താക്കിയതിന് ശേഷം അവർ ട്രാൻസ്ഫർ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യങ് ഫ്രഞ്ച് പ്ലെയേഴ്സിനെ പ്രത്യേകിച്ച് യങ് പ്ലെയേഴ്സിനെ എല്ലാവരും എടുക്കുന്നുണ്ടെങ്കിലും ഫ്രഞ്ച് പ്ലെയേഴ്സിനെ പ്രത്യേകിച്ച് എടുക്കുന്നതാണ് അവർ ട്രാൻസ്ഫർ പോളിസി. ഒരുവിധം എല്ലാ യങ് ഫ്രഞ്ച് പ്ലെയേഴ്സിനെ അവരിങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ അവർക്ക് കിട്ടാതെ ഒരേ ഒരാളുള്ളൂ. അവനാണ് മൈക്കൽ ഒലീസ്. അങ്ങനെ നേരെ ബയേണിലേക്ക് പോയി. അപ്പോൾ ഒലീസ് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ തിരിച്ചു വന്ന് അവർക്ക് കിട്ടാതെ പോയ ആ ഒരുത്തൻ വന്നിട്ട് PSG തോൽപ്പിക്കുമോ എന്നുള്ളതാണ് PSG കൂടെയുള്ള കളിയിൽ ഒരു പോയിന്റ്. അപ്പോൾ അങ്ങനെ ആ കളി നല്ലതാണ്. അതുപോലെ തന്നെ നാപ്പോളിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡിബ്രൂയിൻ്റെ റിട്ടേൺ. അതുപോലെ തന്നെ ഡിബ്രൂയിൻ മാത്രമല്ല, കോണ്ടെ ഫസ്റ്റ് സീസണിൽ വന്നിട്ട് ചെൽസിക്ക് കപ്പ് എടുത്തു കൊടുത്ത കോച്ചാണ്. അപ്പോൾ ഈ കോച്ച് ഫസ്റ്റ് സീസണിൽ വന്നിട്ട് കപ്പ് എടുത്തു കൊടുത്ത കോച്ച് ചെൽസിക്കെതിരെ കളിക്കാൻ തിരിച്ചു വരികയാണ്. അങ്ങനെ കുറേ കംബാക്കുകൾ, അങ്ങനെ കുറേ നമ്മൾ കാണാൻ ആഗ്രഹിച്ച കളികൾ, അങ്ങനെ കുറേ നമ്മൾ കണ്ടുമതിയാവാത്ത കളികളുടെ സെക്കൻഡ് വേർഷൻസ്. അങ്ങനെ ശരിക്കും നമ്മുടെ ഉറക്കമില്ലാത്ത രാത്രികൾ തുടങ്ങി. ചാമ്പ്യൻസ് ലീഗ് ഈസ് ബാക്ക് ആൻഡ് ഐ എം ഓൾസോ ബാക്ക്. കുറച്ച് നാൾ എൻ്റെ കൂട്ടാനോടാണ്, ഇത് ബാലകൃഷ്ണൻ എൻ്റെ കൂട്ടാനുള്ളതാണ്. കുറച്ച് നാൾ വീഡിയോ ഇടാതിരുന്നപ്പോൾ അവനോട് പറഞ്ഞു നിന്നെ കൊണ്ടൊക്കെ ഇത്രേ പറ്റുള്ളൂ എന്ന്. അപ്പോൾ നമ്മൾ നാട്ടിൽ പോയിക്കായിരുന്നു ഓണത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇപ്പോൾ തിരിച്ചു വന്ന് വീഡിയോ ഇടാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഫോളോ ചെയ്യാം, എന്താ വെച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. പറഞ്ഞു വെറുപ്പിക്കുന്നില്ല. പക്ഷെ അതിനേക്കാളും കൂടുതലായിട്ട് ഫുട്ബോൾ കളി കാണുക, എന്നിട്ട് എന്നോട് എതിർക്കാൻ വരിക കമൻറ്റ് സെക്ഷനിൽ. ഓക്കെ.